ഇപ്പൊ ഉള്ള ഒരുപാട് കഥ പറച്ചിലുകാരുണ്ട് മലയാള സിനിമയിൽ ഇപ്പൊ. ഉദാഹരണത്തിന് ഇപ്പൊ ബേസിൽ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, നസ്രിനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഥ പറയുന്നുണ്ട്. ആ ഇപ്പൊ ഈ 3 പേരിലെ വിന്റേജ് ബൈച്ചേട്ട ഒരു സ്വഭാവം ഉണ്ട് തോന്നിയിട്ടുള്ള കഥ പറച്ചിലുകാരൻ ആരാ? ധ്യാനായിരിക്കും. ധ്യാനിൽ പണ്ടത്തെ ബൈച്ചേട്ടന്റെ ഫ്ലേവർ കൂടെ ഉണ്ട്. എന്റെ ഫ്ലേവർ ഒന്നുമല്ലോ, അവന്റെ ഫ്ലേവർ ഭയങ്കരമാണ്. ഞാനൊക്കെ ഒരു അംശമേ ഉള്ളതിന്റെ. മലയാളത്തിൽ നിന്ന് ഓഫറുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നായാട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉയിര് ചെയ്യുന്നു. അപ്പൊ തമിഴിൽ ഞാൻ ചെയ്തതല്ലാതെ എന്തെങ്കിലും വേണം, അതായത് ഗുണ്ടയാവരുത്, വില്ലനാവരുത്, കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആവണം, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവാറുണ്ടോ? മിക്കവാറും അങ്ങനെ ചോദിക്കൂ. പക്ഷെ വേറെ വഴിയില്ലാതെ ലാസ്റ്റ് ഫൈനലി അങ്ങനെ ഇവിടെ ചെയ്തതിൽ എനിക്ക് സൗദി വെള്ളക്കായാലും ഞാൻ ചെയ്തത് മജിസ്ട്രേറ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഡിഫറെന്റ് ആണ്. എപ്പോഴും അത് ഗുണ്ടായിട്ടും നിങ്ങൾ ഹെഞ്ച്മാൻ, ഗാങ്സ്റ്റർ, സോ ഇതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ വിമനൈസർ ഇതുപോലെ ഉണ്ടായിരുന്നു. സോ ഇതില് സൗദി വെള്ളക്കായാലും അങ്ങനെ ഇല്ലായിരുന്നു, ഒരു മജിസ്ട്രേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കിട്ടാറുണ്ടോ? അതോ ജസ്റ്റ് കുടുംബത്തെ അല്ലെങ്കിൽ നായകന്റെ കുടുംബത്തെയോ ഒരു ദോഷം ചെയ്യുന്ന ഒരു വില്ലൻ അങ്ങനെ മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ മൊത്തം സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അവരടുത്ത് ഒരു 5 to 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഒരു 1 line മാത്രം പറഞ്ഞിട്ട് സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ലീഡല്ല, വി പാർട്ട് ഓഫ് ദ മൂവി. ദേ ആർ റെഡി ടു ഗിവ്. ആക്ച്വലി അവർ കൊടുക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു പോർഷൻ മാത്രത്തിന് വേണ്ടി ഒരു ഫുൾ കഥയും പഠിച്ചിട്ട് അത് വേണ്ട. എനിക്ക് അത് അത്രയ്ക്ക് എനിക്ക് വർക്കാവില്ല.